എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ ന്യായപ്രമാണം അനുശാസിക്കുന്ന ദേവാലയ നികുതി യേശു അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദേവാലയത്തിലെ നികുതി പിരിവുകാർ പത്രോസിനോട് ചോദിക്കുന്നു. പത്രോസ് അതേ എന്ന് മറുപടി നൽകുന്നു. പത്രോസ് വീട്ടിൽ പ്രവേശിച്ചപ്പോൾ രാജാവിന്റെ പുത്രന്മാർ നികുതി അടയ്ക്കാറുണ്ടോ എന്ന് യേശു അവനോട് ചോദിക്കുന്നതും പത്രോസ് അതിന് ഇല്ലെന്ന് മറുപടി നൽകുന്നതും, തുടർന്ന് യേശു പത്രോസിനോട് ഗലീല കടലിൽ പോയി ഒരു മീൻ പിടിക്കാനും അതിന്റെ വായിൽ നിന്ന് നാണയങ്ങൾ എടുത്ത് ഇരുവരുടെ നികുതി വീട്ടാൻ കൽപ്പിക്കുന്നതും നാം വായിക്കുന്നു. 24 വാക്യത്തിൽ ശിഷ്യന്മാർ കഫർനഹൂം പട്ടണത്തിൽ എത്തിയപ്പോൾ ദേവാലയത്തിലെ നികുതി പിരിവുകാർ പത്രോസിനെ സമീപിച്ചു എന്ന് നാം വായിക്കുന്നു. ഇവരാണ് ദേവാലയത്തിലേക്കുള്ള 2 ദ്രഹ്മ നികുതി പിരിച്ചിരുന്നത്. ഇവിടെ പറയുന്ന 2 ദ്രഹ്മ അഥവാ അര ശെക്കേൽ നികുതി മോശയുടെ കാലം മുതലുള്ളതാണ്. പുറപ്പാട് പുസ്തകം 30 അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ മോശ ഇസ്രയേൽ ജനത്തിന് മുഴുവനും ഒരു വാർഷിക നികുതി കൽപ്പിച്ചിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദ്രഹ്മ പണം എന്നതുകൊണ്ട് 2 ദ്രഹ്മ അഥവാ അര ശെക്കേൽ എന്ന നികുതിയെയാണ് സൂചിപ്പിക്കുന്നത്. 20 വയസ്സിന് മുകളിലുള്ള എല്ലാ പുരുഷന്മാരും ഈ ക്ഷേത്ര നികുതി അടയ്ക്കേണ്ടതായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് റോമൻ ഭരണത്തിന്റെ നികുതിയല്ല, മറിച്ച് ദേവാലയത്തിലെ അറ്റകുറ്റപ്പണികൾ മുതലായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നു. 2 ദ്രഹ്മ അഥവാ അര ശെക്കേൽ എന്ന നികുതി തുക ഏകദേശം അന്നത്തെ 2 ദിവസത്തെ വേതനം ആയിരുന്നു. മോശയുടെ കാലത്ത് ഈടാക്കിയിരുന്ന ഈ നികുതി ഏകദേശം 1500 വർഷങ്ങൾക്ക് ശേഷം യേശുവിന്റെ കാലത്തും അതേ നിരക്കിൽ ശേഖരിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. മോശയുടെ നിയമത്തിൽ ധനികരും ദരിദ്രരും ഉൾപ്പെടെ എല്ലാവരും ഒരേ തുക സംഭാവന ചെയ്യണമായിരുന്നു എന്ന് പുറപ്പാട് പുസ്തകം 30 അധ്യായം 15 വാക്യത്തിൽ നാം വായിക്കുന്നു. ഇങ്ങനെ നികുതി പിരിക്കുന്നവർ പത്രോസിന് യേശുവുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അവനോട്, നിങ്ങളുടെ ഗുരു 2 ദ്രഹ്മ പണം അടയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതായി 24 വാക്യത്തിൽ നാം വായിക്കുന്നു. പത്രോസിനോടുള്ള അവരുടെ ചോദ്യം ഒരു അന്വേഷണമായിരുന്നു. യേശുവിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന എന്തെങ്കിലും കണ്ടെത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. പത്രോസിന്റെ ഉത്തരം ലളിതമായി അതേ എന്നായിരുന്നു എന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. 25 വാക്യത്തിൽ പത്രോസ് കഫർനഹൂമിലെ തന്റെ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ യേശു കർത്താവ് പത്രോസിനോട്, ഷിമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് ചുങ്കമോ നികുതിയോ പിരിക്കുന്നത്? അവരുടെ പുത്രന്മാരിൽ നിന്നോ അന്യരിൽ നിന്നോ എന്ന് ചോദിക്കുന്നതായി നാം വായിക്കുന്നു. ഈ ചോദ്യം തീർച്ചയായും ശിമോൻ പത്രോസിനെ അത്ഭുതപ്പെടുത്തിയിരിക്കാം. കാരണം പത്രോസിനോട് നികുതി പിരിക്കുന്നവർ ചോദ്യം ചോദിച്ചപ്പോൾ യേശു പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്നില്ല. പത്രോസ് തന്റെ വീട്ടിൽ വന്നപ്പോഴാണ് യേശു കർത്താവ് ഇത് സംസാരിച്ചത്. എന്നാൽ പത്രോസ് നേരത്തെ നികുതി പിരിവുകാരോട് പറഞ്ഞ വാക്കുകൾ കർത്താവ് അറിഞ്ഞു എന്ന് കർത്താവിന്റെ ഈ ചോദ്യം തെളിയിക്കുന്നു. ഇത് ക്രിസ്തു യേശുവിന്റെ സർവജ്ഞാനത്തിന്റെ ഒരു ചെറിയ സൂചന നൽകുന്നു എന്ന് മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിന്റെ ചോദ്യം കേട്ടതിനു ശേഷം ഭൂമിയിലെ രാജാക്കന്മാർ അന്യരിൽ നിന്ന് ചുങ്കവും നികുതിയും പിരിച്ചെടുക്കുന്നുവെന്ന് പത്രോസ് ശരിയായി മറുപടി നൽകി എന്ന് 25 വാക്യത്തിൽ നാം കാണുന്നു. കർത്താവ് ഇവിടെ പരാമർശിക്കുന്നതിന്റെ അർത്ഥം ഭൂമിയിലെ രാജാക്കന്മാരുടെ പുത്രന്മാർ അവരുടെ രാജ്യത്തിന്റെ നികുതിയും കരവുമൊക്കെ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ യേശു പ്രധാനമായും ഭൂമിയിലെ രാജാക്കന്മാരെ കുറിച്ചോ അവരുടെ നികുതികളെ സംബന്ധിച്ചോ അല്ല, മറിച്ച് തന്നെക്കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. യഹൂദരുടെയും ജാതികളുടെയും രാജഭരണത്തിൽ എല്ലാ രാജകുടുംബാംഗങ്ങൾക്കും കരവും നികുതിയും ഒഴിവായിരുന്നു എന്ന് 1 ശമൂവേൽ 17 അധ്യായം 25 വാക്യം, ഉൽപ്പത്തി 47 അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ മുതലായ വേദഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. ഈ ചോദ്യത്തിലൂടെ യേശു ദൈവപുത്രനായിരുന്നത് കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെയും സ്വർഗത്തിലെ രാജാവിനെയും താരതമ്യം ചെയ്യുകയായിരുന്നു. ഈ ഭൂമിയിലെ രാജാക്കന്മാർ അവരുടെ പുത്രന്മാരെ നികുതി പിരിവിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ രാജാവായ പിതാവാം ദൈവം സ്വന്തം പുത്രൻ തന്റെ ആലയത്തിന് നികുതി നൽകണമെന്ന് ആവശ്യപ്പെടുന്നില്ല എന്നാണ് കർത്താവ് വ്യക്തമാക്കുന്നത്. യേശു കർത്താവ് ജെറുസലേം ദേവാലയത്തെ എന്റെ പിതാവിന്റെ ഭവനം എന്ന് പരാമർശിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 16 വാക്യത്തിൽ നാം വായിക്കുന്നു. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആണെന്ന് പത്രോസ് ഇതിനകം തന്നെ ഏറ്റുപറഞ്ഞിരുന്നുവെന്ന് മത്തായി സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിൽ നാം വായിച്ചിരുന്നു. ദൈവപുത്രൻ എന്ന നിലയിൽ 2 ദ്രഹ്മ പണം നികുതി അടയ്ക്കാൻ താൻ ബാധ്യസ്ഥനല്ലെന്ന് പത്രോസിനെ കാണിക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു കർത്താവിന്റെ ഈ ചോദ്യം. 2 ദ്രഹ്മ പണം എന്ന ദേവാലയ നികുതി അടയ്ക്കാൻ കർത്താവ് ബാധ്യസ്ഥനല്ലായിരുന്നു. എന്നിരുന്നാലും യേശു കർത്താവ് അനാവശ്യമായ പ്രകോപനം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് നികുതി അടയ്ക്കാൻ പത്രോസിനോട് ആവശ്യപ്പെടുന്നത് നാം കാണുന്നു. 27 വാക്യത്തിൽ യഹൂദരെ വ്രണപ്പെടുത്താതിരിക്കാൻ അവൻ പത്രോസിനോട് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട്
ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിന്റെ വായ തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു എന്ന് പറയുന്നതായി നാം വായിക്കുന്നു. ചതുർദ്രഹ്മം എന്നാൽ ഒരു ഷെക്കേൽ പണമാണ്, അതായത് 2 പേർക്കുള്ള ദേവാലയ നികുതി. തന്നെ ആക്രമിക്കാൻ യേശു കർത്താവ് തന്റെ വിരോധികൾക്ക് അനാവശ്യമായ അവസരം നൽകിയില്ല എന്നത് ഒരു മാതൃകയാണ്. പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യത്തിൽ കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ എന്നും എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 17-ാം വാക്യത്തിലും നാം വായിക്കുന്നു. നികുതിയുടെ ചിലവ് ദൈവം തന്റെ പുത്രന് ഒരു ഭാരമാകാതെ എങ്ങനെ നൽകിയെന്ന് തുടർന്നുണ്ടായ അത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണിക്കുന്നു. 25-ാം വാക്യത്തിൽ ക്രിസ്തുയേശുവിനും ശിഷ്യനായ പത്രോസിനും വേണ്ടി ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തി, പത്രോസും വിശ്വാസത്താൽ ദൈവമകനായി ദൈവരാജ്യത്തിന്റെ ഒരു രാജകീയ അംഗമാണെന്നും രക്ഷിക്കപ്പെട്ട ഓരോ ക്രിസ്തുവിശ്വാസിയും കർത്താവിന്റെ മാത്രം യോഗ്യതയാൽ ദൈവമക്കളും അവകാശികളുമായി ദൈവം കണക്കിടുന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ദൈവപുത്രനായ യേശു കർത്താവ് പലപ്പോഴും ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിച്ചെങ്കിലും അവിടുന്ന് ദൈവത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരോട് ഞങ്ങളുടെ പിതാവ് എന്നും നിങ്ങളുടെ പിതാവ് എന്നും അഭിസംബോധന ചെയ്ത് സംസാരിച്ചതായി മത്തായി സുവിശേഷം 6-ാം അധ്യായം ഉടനീളം നാം വായിക്കുന്നു. പത്രോസിന്റെ 2 ദ്രഹ്മ നികുതി യേശു അടച്ചു എന്നതിൽ മറ്റൊരു വസ്തുത ശ്രദ്ധേയമാണ്. പത്രോസ് മുഴുവൻ സമയവും കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരുന്നതുകൊണ്ട് മറ്റു വരുമാന മാർഗം ഇല്ലായിരുന്നത് കൊണ്ടും ആ നികുതി നൽകാൻ പത്രോസിന് വഴിയില്ലായിരുന്നു. കഫർനഹൂമിൽ പ്രാദേശിക നിവാസികളായിരുന്ന യേശുവിനും പത്രോസിനുമാണ് നികുതി കൊടുക്കേണ്ടി വന്നത്. പത്രോസിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചതുപോലെ മറ്റു ശിഷ്യന്മാർക്കും അവരുടെ സ്വന്തം പട്ടണങ്ങളിൽ നികുതി കൊടുക്കേണ്ടതായിരുന്നു എന്നതിനാൽ മറ്റു ശിഷ്യന്മാർ അതത് നഗരങ്ങളിൽ നികുതി കൊടുക്കേണ്ടതിനുള്ള മുഖാന്തിരങ്ങൾ മറ്റു രീതികളിൽ ഒരുക്കി എന്ന് അനുമാനിക്കാനാവും. കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ആത്മീയമായും ഭൗതികമായും ഉള്ള സകല ആവശ്യങ്ങൾക്കുമായി കരുതുന്നവൻ ആണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. സങ്കീർത്തനങ്ങൾ 37-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് നാം വായിക്കുന്നു. യേശുക്രിസ്തു അത്ഭുതകരമായി പത്രോസിന്റെ കടം വീട്ടിയതുപോലെ കർത്താവ് തന്റെ ക്രൂശുമരണത്തിലെ പാപപരിഹാരത്തിലൂടെ തന്റെ സ്വന്തം ജനത്തിന്റെ ദൈവമുമ്പാകെ പാപത്താലുള്ള നിത്യകടവും വീട്ടി നമ്മെ സ്വതന്ത്രരാക്കുന്നു എന്നതും ഈ സംഭവം പ്രതീകാത്മകമായി കാണിക്കുന്നു. പത്രോസിനോടുള്ള കർത്താവിന്റെ കരുതൽ പത്രോസിനു വേണ്ടി മാത്രമല്ല, കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്തു തന്റെ സ്വന്തം ശരീരത്തിൽ നമുക്ക് പകരക്കാരനായി ക്രൂശിൽ തന്റെ രക്തത്താൽ നമ്മുടെ സകല കടങ്ങൾക്കും മറുവിലയാകുന്നു എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.